ജന്മാദ്യസ്ഥേതോന്നയാതികരതച്ചാർത്തേഷവിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തി യത്സൂരയത്തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്രത്തിസർഗോമുഷാദാംനാശേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധത്തിലെ 2 അധ്യായം നമ്മൾ കഴിച്ചു. ഈ 3-ാമത്തെ അധ്യായം തുടങ്ങുകയാണ്. ഉദ്ധവ ഉവാച. ഭഗവത് ലീലകൾ സ്മരിക്കുകയാണ് ഉദ്ധവൻ. തതസ്സ ആഗത്യ പുരം സ്വപിത്രോ ചികീഷയാശം ബലദേവ സംയുത നിപാത്യ തുംഗാത് രിപു യൂഥനാഥം ഹതം ബഗക്ഷത് വിസുമോജസൂർവ്യാം. ശ്ലോകം ഒന്നുകൂടി. തതസ്സ ആഗത്യ പുരം സ്വപിത്രോ ചികീഷയാശം ബലദേവ സംയുത നിപാത്യ തുംഗാത് രിപുയൂഥനാഥം. ഇവിടെ അദ്രി ഇല്ല കേട്ടോ. തുങ്കാത് രിപു ശത്രു. തുങ്കാത് പ്ലസ് രിപു ആണ് വാക്കുകളുടെ. അത് പ്രത്യേകം പറയണം. എന്താ വെച്ചാൽ നോക്കി നോക്കണ്ട. തുങ്കാത് പ്ലസ് രിപു. തുങ്കാദ്രി രിപു. ദ്രി ഇല്ല എന്നർത്ഥം. തുങ്കാത് രിപു തുങ്കാദ്രിപു എന്ന് വെച്ച് വന്നിരിക്കുകയാണ്. യൂഥനാഥം ഹതം ബഗക്ഷാത് വെസുമോജ സോർവ്യ. ഉത്തരം പറയുന്നത് താത അനന്തരം. നേരത്തെ പറഞ്ഞ് നിർത്തിയതിന് അപ്പുറം എന്നർത്ഥം. സ ആ കൃഷ്ണൻ പുരം പട്ടണത്തെ ബലദേവ സംയുത ബലരാമനോട് കൂടി ആഗമിച്ചിട്ട് സ്വപിത്രോ സ്വപിതാക്കന്മാർക്ക് സൗഖ്യത്തെ ചികിത്സ ചെയ്യുവാൻ വേണ്ടി ദ്വാരകയിലേക്ക് വന്നു എന്നാണല്ലോ നേരത്തെ പറഞ്ഞു വെച്ചത്. കംസജരാസന്ധാദികളെ പേടിച്ചിട്ട് എന്ന പോലെ കംസനെ വധിച്ചിരിക്കുന്നു. കംസനെ പേടിക്കേണ്ട കാര്യമില്ല. ജരാസന്ധാദികളെയാണ് പേടിക്കേണ്ടത്. ജരാസന്ധം വധിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ കംസവധം കഴിഞ്ഞിരിക്കണമല്ലോ എന്നാണ് വിചാരിക്കേണ്ടത്. ഏത് സമയത്താണ് അപ്പോൾ അത് ശരിക്കും പറയണത്? എന്നിട്ടാണ് ദ്വാരകയിലേക്ക് വരുന്നത്. കംസവധത്തിന് ശേഷമാണ്. തുങ്കാത്ത് ഉച്ചസ്ഥാനത്തിൽ നിന്ന് നിപാത്യ പതിപ്പിച്ചിട്ട് ഹത ഹനിക്കപ്പെട്ടവനും വ്യസും പ്രാണഹീനനും ആണെങ്കിലും ഓജസ പരാക്രമത്തോടും ഉർവ്യാം ഭൂമിയിൽ വികർഷിച്ചു. അതായത് ഭഗവാൻ മാതാപിതാക്കളായ ദേവകിക്കും വസുദേവന്മാർക്കും സൗഖ്യം ഉണ്ടാക്കാൻ ഉള്ള താല്പര്യത്താൽ അച്ഛനമ്മമാർക്ക് സൗഖ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് മക്കളുടെ ഒരു കടമയിൽപ്പെട്ടതാണ്. അപ്പം അത് ഭഗവാൻ അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ശ്രീകൃഷ്ണൻ ബലരാമസഹിതനായിട്ട് എന്തു ചെയ്തു? മധുരയിൽ വന്ന് ശത്രുക്കളുടെ സംഘത്തിൽ വെച്ച് നാഥനായിരിക്കുന്ന കംസനെ വധിച്ചു. കംസനവിടെ അച്ഛനമ്മമാരെ ഉപദ്രവിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. കാരാഗ്രഹത്തിലിട്ടിട്ട് വസുദേവരെയും ദേവകിയും ഉപദ്രവിക്കുകയാണ് കംസൻ ചെയ്യുന്നത്. ഇപ്പം അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? കംസനെ കൊല്ലുന്നെ. സംശയം എന്താ? ആ കംസൻ ഇപ്പോൾ ചെയ്യുന്ന ദ്രോഹമാണ് അച്ഛനമ്മമാർക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ അതുതന്നെ അവസാനിപ്പിച്ചിട്ട് വേറെ കാര്യമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. അതാണ് ഇവിടെ പറഞ്ഞത്. ഉന്നത സൗധത്തിൽ നിന്ന് തള്ളിയിട്ടു. കുറച്ച് ഉയർന്ന മഞ്ചത്തിലൊക്കെയാണ് ഇരിക്കണ രാജാവല്ലേ, കേമായിട്ടൊക്കെ ഇരിപ്പേ. യുദ്ധം ഉണ്ടായി. ചാണൂരമുഷ്ടികന്മാരെ വധിച്ചതിന് ശേഷം ഒരു ഗരുഡൻ പാമ്പിൻ്റെ അടുത്തേക്ക് എങ്ങനെയാണോ ഈ ഗാംഭീര്യത്തോടു കൂടി പോകുന്നത്, അതുപോലെ ഒരു ചാട്ടം. കംസവധം വർണ്ണിക്കുമ്പോൾ പറയും, ഇങ്ങനൊരു ചാട്ടം ഒരു സിനിമയിലും കാണില്ല കേട്ടോ. അമാതിരി ചാട്ടാണ് ചാടിയത്. ക്യാമറയിൽ തല തിരിഞ്ഞ് ചാടിയിട്ടുണ്ടോ കാണിക്കണത് പോലെ നിശ്ചയില്ല. എന്തായാലും വല്ലാത്തൊരു ചാട്ടായിരുന്നു അതെന്നാണ്. അത്രയും ഉയരത്തേക്ക് ചാടുക ഭഗവാൻ ചെയ്തത്. എന്നിട്ടോ ആ അമ്മാവനാന്നൊന്നും നോക്കിയില്ല. ചെയ്തത് തെറ്റാണെച്ചാൽ ആരാണെങ്കിലും നോക്കേണ്ട കാര്യമില്ല എന്നാണ്. ചിലരെ വധിച്ചാൽ തന്നെ ശരിയാവുള്ളൂ. അവർ എത്ര തിരുത്തിയാലും ശരിയാവില്ല. അപ്പോൾ അവിടെ എന്തേ വഴിയുള്ളൂ? അവസാനിപ്പിക്കുക. തള്ളിയിട്ടിട്ടു.
ആ വീഴ്ചയിൽ തന്നെ കംസൻ പ്രാണരഹിതനായി. ഇനി അടിക്കലും വേണ്ടി വന്നില്ല, ഇടിക്കലും വേണ്ടി വന്നില്ല. ഉയരണ്ടല്ലോ, അവിടുന്ന് താഴത്തേക്കാണ് വീണതേ. പക്ഷേ എന്തുണ്ട്, ഈ പരാക്രമം ഉള്ളിൽ ഉണ്ട്. എന്താ, തൻ്റെ അച്ഛനായിരിക്കുന്ന വസുദേവരെയും ദേവകിയും ദ്രോഹിച്ച ദുഷ്ടനാണ്. മേലത്തെ കൂടെ ഇട്ടിട്ട് 4 വലിച്ചിട്ട് അവൻ്റെ പ്രാണൻ പോയി എന്ന് ഉറപ്പുവരുത്തി. പ്രാണനൊക്കെ വീഴ്ചയിൽ തന്നെ പോയിരിക്കണു. എങ്കിലും ലേശാംശം എങ്ങാനും ജീവൻ ഉണ്ടെങ്കിലോ, വല്ലവരും വല്ല ചികിത്സയോ കാര്യങ്ങളോ ചെയ്തിട്ട് അവനെ ജീവിപ്പിച്ചാലോ എന്നുള്ള ശങ്ക പരിഹരിക്കാൻ വേണ്ടി നിലത്തിട്ടിട്ട് 4 വലിച്ചു. ഇനി ഒരിക്കലും അവനെ ജീവിപ്പിക്കരുത് എന്ന് കരുതിയിട്ട്. അതാണ് ഈ ശ്ലോകത്തിൽ കംസവധം. തതസ് ആഗത്യപുരം സ്വപിത്രോ ചികീർഷയാശം ബലദേവ സംയുധ. ശം എന്ന് പറഞ്ഞാൽ സമാധാനം, അതാണ് ശങ്കരൻ, സമാധാനം തരുന്നവൻ. ശിവന് പേര് വരാനുള്ള കാരണം ശംത്തെ ഉണ്ടാക്കുന്നവൻ ശങ്കരൻ. ഭഗവാനും ശങ്കരൻ തന്നെയാണ്. സമാധാനം കൊടുക്കുന്നവരൊക്കെ ശങ്കരന്മാരാണ്. വാക്കിനർത്ഥം സമാധാനം കൊടുക്കുന്നവൻ എന്നർത്ഥമുള്ളൂ. ഏത് ദേവനും ഈ ശങ്കരൻ ചേർക്കാം. നമ്മുടെ തെറ്റിദ്ധാരണ ശിവന് മാത്രമേ പറ്റൂന്ന അല്ല. ശം ശിവൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? മംഗളം കൊടുക്കുന്നവൻ എന്നർത്ഥമേ ഉള്ളൂ. കൊടുക്കാനായിക്കൊണ്ട് ചികീർഷയ, അച്ഛനമ്മമാർക്ക് സുഖത്തെ നൽകാൻ വേണ്ടിക്കൊണ്ട് സ്വപിത്രോ, പിത്രോ എന്ന് പറഞ്ഞാൽ ബഹുവചനാണ്. അമ്മയും പെടും അച്ഛനും പെടും, രണ്ടാൾക്കും കൂടിയിട്ടാണ് പിത്രോ ബഹുവചനം. ബലദേവ സംധിത, ഏട്ടനയുടെ സഹായത്തോടു കൂടി ഏട്ടാ എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഏട്ടനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് എന്ത് ചെയ്തു? നിപാത്യ തുങ്കാത് രിപുയൂഥനാഥം, തൻ്റെ ശത്രുവിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നതായിട്ട് ശത്രു സംഘാധിപൻ എന്ന് പറയാം. ശത്രുക്കൾ കുറേ ഉണ്ട്, കംസൻ്റെ കൂട്ടക്കാർ കുറേ ഉണ്ട് അവിടെ. അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യാൻ തയ്യാറായിട്ട് ഒരു ശിങ്കിടികൾ ഏതാൾക്കും ഉണ്ടാവുമല്ലോ. അവരുടെ നാഥനായിട്ട് ഇങ്ങനെ വിലസേരുന്ന കംസനെ ഇങ്ങനൊരു അപകടം വരും മരുമകനിൽ നിന്നെന്ന് വിചാരിച്ചില്ലല്ലോ. തുങ്കാത്, ഉയരത്തിലെ തുങ്കം ഉയരം. രിപുയൂഥനാഥം, ശത്രുക്കളുടെ നാഥനായിട്ടുള്ള ആ കംസനെ കീഴ്പട്ടിങ്ങോട്ട് വലിച്ചൊരൊറ്റേറ്. ഹതം വ്യകർഷാത് ബസുമോജസൂർവ്യ, മുറിവി ഭൂമിയിലേക്ക് എറിഞ്ഞു. അതോടുകൂടി തന്നെ പ്രാണൻ പോയി. പക്ഷേ പ്രാണൻ പോയി എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഒന്നങ്ങനെ വലിച്ചു, നിലത്ത് കൂടെ വലിച്ച് അവൻ്റെ പ്രാണനെ കളഞ്ഞു. ഇനി അനന്തരമാണ് ഭഗവാന്റെ വിദ്യാഭ്യാസം. കുറേ കാലം കഴിഞ്ഞിട്ട് ആ വിദ്യാഭ്യാസം ഉണ്ടാവണം. 5 വയസ്സിൽ ചേർത്തിട്ടില്ല, എന്താണാവോ അങ്ങനെ. സാന്നീപനെ സകൃത് പ്രോക്തം ബ്രഹ്മാദിത്യസ്യ വിസ്തരം തസ്മൈ പ്രാതാൻ വരം പുത്രം മൃതം പഞ്ചജനോദരാത്. സകൃത് പ്രോക്തം, ഒരിക്കൽ പറഞ്ഞു കൊടുത്ത ബ്രഹ്മവേദത്തെ സാന്നീപനയിൽ നിന്ന് സവിസ്തരം, വിസ്താരത്തോടു കൂടും വണ്ണം പഠിച്ചിട്ട്. വിസ്താരത്തോടു കൂടി പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 64 ദിവസം കൊണ്ടാണ് ഭഗവാൻ 64 കല പഠിച്ചത്. ഒരു കല എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. ആർട്ട് വേറുണ്ട്, ഇക്കണോമിക്സ് ഒരു ആർട്ടാണ്, ഹിസ്റ്ററി ഒരു ആർട്ടാണ്. ഒരു വിഷയത്തിനാണ് അവിടെ കല, മലയാളമാക്കിയെന്ന് മാത്രം, ആർട്ട് ആൻഡ് സയൻസ്. ഒരു ജീവിതത്തിൽ ഒരു വിധം മുഴുവൻ മെനക്കെട്ടാലും ഒന്നിൻ്റെയും മാസ്റ്റർ ആവാനും ബാച്ചിലർ ആവാനും നമുക്ക് സാധ്യമല്ല എന്നാണ്. ഒറ്റ വിഷയം മാസ്റ്റർ ചെയ്യാൻ പറ്റുമോ ഒരു ജീവിതകാലം കൊണ്ട്? എന്തൊക്കെ പഠിക്കാൻ കിടക്കണു. ഭഗവാൻ ഇവിടെ 64 ആർട്ടാണ്. ഒറ്ററ വേഗ പഠിച്ചതെന്നറിയോ? 64 ദിവസം കൊണ്ട് പഠിച്ചു എന്നാണ്. അപ്പോൾ ഒരു കല ഒരൊറ്റ ദിവസം കണ്ട്. ഈ എംകോമിൻ്റെ വൈവോസിക്ക് ഒരു സ്റ്റുഡൻറ്റ് പോയപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു എന്നാണ് കേട്ടിട്ടുണ്ട് വിവരം. എംകോമിൻ്റെ വൈവാവസ്ഥയ്ക്ക് വന്നതാണല്ലേ? അതെ. അപ്പോൾ കോമേഴ്സിൻ്റെ മാസ്റ്റർ ആവാൻ പോവുകയാണ്. അങ്ങനെയാണല്ലോ പറയണത് സാർ. ഞാനല്ലല്ലോ, യൂണിവേഴ്സിറ്റി അല്ലേ പറയട്ടെ എന്നാണ്. അപ്പം അദ്ദേഹം ഒരുപാട് പുസ്തകം എടുത്ത് ചോദിച്ചു ഈ കോമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്. ഈ പുസ്തകത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല സാർ. ഈ പുസ്തകത്തിൽ എന്താ പറയണമെന്ന് അറിയോ? ഇല്ല സാർ. ഈ പുസ്തകത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്താണെന്ന് പറയാം? നോ സാർ, പാർഡൺ. ഇങ്ങനെ ഒരു 4 പുസ്തകം എടുത്തിട്ടാണ് ചോദിച്ചു. വിദ്യാർത്ഥി ആകപ്പാടെ അന്തം വിട്ടു. നോ ബഡി ഈസ് മാസ്റ്റർ ഓഫ് എനിത്തിങ്. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മളൊക്കെ ഈ ഡിഗ്രി മേടിച്ചു വെച്ചിട്ടേ
ഒന്നിൻ്റെയും മാസ്റ്റർ ആവണില്ല. മാസ്റ്റർ ആവണമെങ്കിൽ എത്ര വർഷങ്ങളോളം പഠിച്ചാലും മാസ്റ്റർ ആവാൻ സാധിക്കില്ല. അങ്ങനെ ഇരിക്കണു കാര്യം എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഇരിക്കെ ഭഗവാൻ എന്ത് ചെയ്തു? 64 ദിവസങ്ങളെക്കൊണ്ട്, ഒരു കൊല്ലം കൂടി എടുത്തിട്ടില്ലേ, 64 കലകളും അങ്ങോട്ട് ശരിക്ക് പഠിച്ചു എന്നാണ്. വെറുതെ പഠിക്കല്ല, അതീത്യ പഠിച്ചിട്ട് ഗുരുദക്ഷിണ കൊടുക്കണ്ടേ? എന്താണ് ഗുരുവിന് ദക്ഷിണ കൊടുക്കുക? ഒരു ഗുരു ചോദിച്ചത് കൊടുക്കണം എന്നാണ്. മൃതം പുത്രം വരം പ്രദാത്, മരിച്ച കുട്ടിയെ ജീവിപ്പിച്ചിട്ട് ദക്ഷിണയാക്കിയിട്ടാണ്ട് കൊടുത്തു. ഒരാൾക്കും ലോകത്തിൽ സാധിക്കില്ല മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുമോ? അപ്പം ഭഗവാൻ ആണ് ഇത് അസാധാരണനാണ് എന്ന് ഗുരു തിരിച്ചറിഞ്ഞു. നല്ല ഗുരുനാഥന്മാർക്ക് തൻ്റെ ശിഷ്യനെ അറിയും, എത്രത്തോളം ഉണ്ട് എൻ്റെ കോപ്പ എന്ന് കുറേയൊക്കെ അറിയും എന്നാണ്. നല്ല ഗുരുനാഥന്മാർക്ക് തൻ്റെ ശിഷ്യനെ എസ്റ്റിമേറ്റ് ചെയ്യാനറിയാം. ഇത് അസാമാന്യനാണ്. ഇപ്പം സമ്മന്ത്രിയ പത്നിയാന്ന് ഭാഗവത്തിൽ പറഞ്ഞു. പത്നിയോടുകൂടി ആലോചിച്ചു. നോക്ക്, നമ്മുടെ ഇപ്പോഴത്തെ ശിഷ്യന്മാരുണ്ടല്ലോ, ഉപായക്കാരൊന്നുമല്ല. നമുക്ക് എന്താണ് ഗുരുദക്ഷിണ ചോദിക്കേണ്ടതെന്ന് എൻ്റെ അഭിപ്രായത്തിൽ. അപ്പം പറഞ്ഞു, നമ്മുടെ ഒരു മരിച്ചു പോയ കുട്ടിയുണ്ട്, ആ കുട്ടിയെ ജീവിപ്പിച്ച് തരാൻ പറഞ്ഞാലോ? ആ ഗുരുനാഥൻ പറഞ്ഞു, അത് നടക്കും എന്നാണ് എനിക്ക് തോന്നണത്. കാരണം ഈ കൃഷ്ണൻ സാമാന്യനല്ല. 64 ദിവസം കൊണ്ട് 64 കല അഭ്യസിച്ചിട്ട് താൻ ഇത്ര കാലം പഠിപ്പിച്ചിട്ടുള്ള ഒരു ശിഷ്യനും ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിച്ചു നോക്കാം, പോയ വാക്ക കിട്ടിയ കാര്യം, കൃഷ്ണ അങ്ങനെ ഒരു കാര്യമുണ്ട്, എൻ്റെ ആകെ ആറ്റുനോറ്റുണ്ടായിട്ടുള്ള ഒരു ഉണ്ണി ആ പ്രഭാസ തീർത്ഥത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്, കൃഷ്ണനൊന്ന് ആ ഉണ്ണിയെ ജീവിപ്പിച്ച് തരാൻ പറ്റുമോ? എന്താ ഗുരുനാഥ ജീവിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കണം. ജീവനോടെ അങ്ങോട്ട് കൊണ്ടുവരുമെന്ന് ആജ്ഞാപിച്ചൂടെ അവിടത്തേക്ക്? അവിടുന്നല്ലേ എൻ്റെ എല്ലാ പുരോഗതിക്കും കാരണം. ഭഗവാന്റെ ആ വിനയാണ്. വേഗം ബലരാമനോട് കൂടി പോയി പഞ്ചജനൻ്റെ ഉദരത്തിൽ നിന്നെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല, പഞ്ചജനോദരാത്ത് ഇവിടെ പറഞ്ഞിരിക്കണു. അതെന്താണെന്നറിയില്ല, പുരാണത്തിൽ അങ്ങനെ ചില വൈരുദ്ധ്യങ്ങൾ കാണും, അതിനെപ്പറ്റി തർക്കിക്കേണ്ട. യമപുരി പോയിട്ട് കൊണ്ടുവന്നു എന്നാണ് അവിടെ കംസവധം അധ്യായത്തിൽ പറയണത്. ശംഖനാഥം മുഴക്കിയിട്ട് ഭഗവാൻ അടിച്ചു തന്നു യമപുരിക്ക്. പഞ്ചജനനെ കൊന്നിട്ട് കിട്ടിയില്ല എന്നാണ് പറയണത്. അവൻ്റെ ഉദരത്തിലുണ്ടാവുമെന്ന് കരുതി കിട്ടിയില്ല, സമുദ്രത്തിലല്ലേ, അപ്പോൾ അവൻ കൊണ്ടച്ചിട്ടുണ്ടാവും ഉണ്ണിയെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ചില വിദ്യകളുണ്ട് ഈ അസുരന്മാർക്കേ. അവിടെ നിന്ന് കിട്ടിയില്ല എന്നാണ് പറയണത്. ഇവിടെ പഞ്ചജനൻ്റെ ഉദരത്തിൽ നിന്ന് പറഞ്ഞിരിക്കണു. എന്താണാവോ, അങ്ങനെ ചില വൈരുദ്ധ്യങ്ങൾ പുരാണത്തിൽ കാണും. നമ്മുടെ വിഷയമല്ല അത്, നമ്മുടെ വിഷയമല്ല. എന്തായാലും യമപുരിയിൽ ചെന്നപ്പോൾ യമൻ അത്ഭുതപ്പെട്ടു. ഇവിടേക്ക് ഇത്ര ശംഖനാഥം മുഴക്കി ധൈര്യത്തോടു കൂടിയിട്ട് ആർക്കാ വരാൻ പറ്റിയത്? യമപുരിയിലേക്ക് പോകുമ്പോൾ പേട്ടിച്ച് വിറച്ച് മലമൂത്രാദികൾ വിസർജിച്ചിട്ടാണ് പോവാൻ. ഇനി എന്തൊക്കെ ശിക്ഷ എവിടുന്ന് കിട്ടുകയെന്ന് വെച്ചാലോ, നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ ഓരോന്നും എണ്ണി അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുന്ന, ഒറ്റൊന്നും വിട്ടുണ്ടാവില്ല. അതിനൊക്കെ ശിക്ഷ കിട്ടും എന്ന് വിചാരിച്ച് ഭയന്ന് പോകുന്ന ഒരു സ്ഥലമാണ് യമപുരി. അവിടേക്ക് ശംഖനാഥം മുഴക്കിയിട്ട് പോവുക എന്ന് പറഞ്ഞാൽ, ഭഗവാൻ പറഞ്ഞു, ഇത്രാമത്തെ ദിവസം വന്നിട്ടുള്ള ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. പെട്ടെന്ന് യമൻ അന്തം വിട്ടു. ഇവിടെ വന്ന കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോകാനോ? അതെങ്ങനെ തരാവുക? ഉണ്ടായിണ്ടോ? അത് നിയമത്തിന് വിരോധമല്ലേ ചോദിച്ചു. ആരോടാ ചോദിക്കണം? പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയമം ഉണ്ടാക്കുന്ന ആളോടാ ചോദിക്കണേ. പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡൻ്റ് ഒരു കാര്യം ആവശ്യപ്പെട്ട് അദ്ദേഹത്തോട് നിയമം പറയാൻ പുറപ്പെട്ടാൽ എന്താവും കഥ? തൊപ്പി തെറിക്കും, അത്ര തന്നെ. നിയമമൊന്നും എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ ഉണ്ടാക്കിയ നിയമം താൻ പാലിച്ചാൽ മതി. ഞാൻ ഉണ്ടാക്കിയ നിയമം താൻ പാലിച്ചാൽ മതി. താൻ നിയമം ഉണ്ടാക്കാനും പഠിപ്പിക്കാനും നിൽക്കണ്ടെന്ന് പറഞ്ഞു ഭഗവാൻ. ഇപ്പം മനസ്സിലായി, ഇത് വേറെ ആരുമില്ല, ഭഗവാൻ തന്നെയാണ്. കൊണ്ടേക്കോളൂ ഭഗവാൻ, ഇവിടുത്തോട് പറയാൻ ആരാള്ളത് എന്നങ്ങനെ പറഞ്ഞ് ആ കുട്ടിയെ കൃഷ്ണൻ്റെ കയ്യിലാണ്ട് കൊടുത്തു. കൃഷ്ണൻ്റെ ഗുരുനാഥന് സമർപ്പിച്ച് നമസ്കരിച്ചു. അതാണ് ഗുരുദക്ഷിണ. ഗുരുദക്ഷിണ എന്ന അധ്യായത്തിന് തന്നെ പേര് പറയുക. ഗുരുനാഥനുണ്ടായിട്ടുള്ളൊരു സന്തോഷം. കൃഷ്ണ, ഇങ്ങനത്തെ ഒരു ഗുരുദക്ഷിണ എനിക്ക് ആരും തന്നിട്ടില്ല, അതുകൊണ്ട് ആർക്കും കൊടുക്കാത്ത
കനിഞ്ഞ അനുഗ്രഹം കൃഷ്ണന് ഞാൻ തരികയാണ്. ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം ആവശ്യമുണ്ടോ ഭഗവാൻ ആലോചിച്ച് നോക്കൂ. ഗുരു കഴിഞ്ഞു കൂടുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഈ ലോകത്തിലും അടുത്ത ലോകത്തിലും പഠിച്ച വിദ്യ മുഴുവനും പ്രകാശിക്കട്ടെ. കൃഷ്ണൻ ഒന്നിൻ്റെയും കുറവോ വിഷമോ ഒരു ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. നല്ലൊരു ഗുരുനാഥൻ അനുഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവൻ എന്തെല്ലാമോ നേടി അല്ലെ. മറ്റ് നേട്ടങ്ങളല്ല കേട്ടോ, ഈ പ്രപഞ്ചത്തിലത്തെ നേട്ടങ്ങളെ കൊണ്ട് എന്ത് കാര്യം, അതൊക്കെ അവിടെ ഇട്ട് പോകണം. ഈ നേട്ടങ്ങളെന്നൊക്കെ പറയുമ്പോഴേ അയാൾക്കിപ്പോൾ എന്താ ഉണ്ടായി എന്ന് വിചാരിക്കേണ്ട. അതൊന്നും നേട്ടങ്ങളല്ല, ഇന്നുണ്ടായിട്ട് നാളെ ഇല്ലാണ്ടാവാൻ പോണതാ. അല്ലാത്തൊരു നേട്ടമുണ്ട്, ശാശ്വതമായിട്ടുള്ള സംസാരത്തിൻ്റെ നിന്നുള്ള കയറ്റം. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് കൊടുത്തു ഭഗവാന്. അങ്ങനെ മൃതം പഞ്ചജനോദര, പഞ്ചജനിൽ നിന്നല്ല കിട്ടിയത് എന്നാണ് അവിടെ പറയണത് കേട്ടോ. എന്തായാലും ഇവിടെ അങ്ങനെ പറഞ്ഞു, എന്തായാലും കുട്ടിയെ കൊണ്ടുപോയി കൊടുത്തു എന്ന് എടുത്താൽ മതി. അത് ഒരു പ്രധാന സംഭവമായിട്ട് ഭാഗവതം ഇവിടെ ചുരുക്കത്തിൽ അത് വിട്ടില്ല കേട്ടോ, വിട്ടില്ല. ഗുരുദക്ഷിണ, ഗുരുവിനെ സന്തോഷിപ്പിക്കുക എന്നതാണ് ഒരു ശിഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം. ഗുരോരനുഗ്രഹേണേവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. ഇവിടെ ഗുരു എന്നുള്ളതിന് വിപുലമായ അർത്ഥം എടുക്കാം. അച്ഛനാവാം, അമ്മയാവാം, ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ബഹുമാന്യരായിട്ടുള്ളവരെല്ലാവരും ആവാം, വയസ്സിന് മേപ്പെട്ടുള്ളവരൊക്കെ ആവാം എന്ന അറിവുള്ളവർ പറയണു. ഇതൊക്കെയും ഗുരുസ്ഥാനാണ്. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്താപം നമ്മൾ വാങ്ങിക്കെട്ടിയാൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല, അങ്ങോട്ട് തെളിയില്ല. നമ്മുടെ പരിശ്രമം മാത്രം പോരല്ലോ. അതുകൊണ്ടാണ് ഗുരു വിശുലമായ അർത്ഥത്തിൽ ഒരാളുടെയും മനസ്താപം നമ്മൾ വാങ്ങിക്കൂട്ടാതിരിക്കുക. ഇനി അടുത്തത് സമാഹുത ഭീഷ്മകന്യയായേ ശിയസ്സവർണേന ബുഭുക്ഷേഷാം ഗാന്ധർവവൃത്യാമിഷതാം സ്വഭാഗം ജക്രേ പദം മൂർണിദത് സുവർണ. രുക്മിണി സ്വയംവരം ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുക. 3 അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒറ്റ ശ്ലോകത്തിൽ ഭീഷ്മകന്യയാ, ഭീഷ്മക രാജാവിൻ്റെ മകളായ രുക്മിണിയാൽ യാതൊരുത്തർ സമാഹുത വിളിക്കപ്പെട്ടുവോ. എങ്ങനെ വിളിക്കുക? ഇന്നത്തെ പോലെ ഫോണൊന്നുമില്ല. അപ്പോൾ സന്ദേശം കൊടുത്തയച്ച് ബ്രാഹ്മണൻ മുഖാന്തരം എന്നൊക്കെ അത് ഒതുങ്ങി അണ്ടർസ്റ്റുഡാണ്. വിളിക്കപ്പെടുക, ഒറ്റ വാക്കിൽ സംഗ്രഹിച്ചു. സമാഹുത, ഭഗവാൻ വിളിക്കപ്പെട്ടു, ഭഗവാനെ വിളിച്ചു. സന്ദേശം ബ്രാഹ്മണൻ മുഖാന്തരം കൊടുത്തയച്ച് ഭഗവാൻ എത്തി എന്നാണ്. അതൊക്കെ അതിലൊതുങ്ങി. സമാഹുത ഒറ്റ വാക്കിൽ. ശ്രീയ ലക്ഷ്മിയുടെ സുവർണേന അവതാരത്താൽ, സാദൃശ്യത്താൽ, സവർണേന ലക്ഷ്മിയുടെ അവതാരമാണത്രേ രുക്മിണി. മഹാലക്ഷ്മിയുടെ അവതാരമാണെന്നാണ്. ബുഭൂഷയ അനുഭവേച്ഛയോടുകൂടി മിഷതാം നോക്കിയിരിക്കുന്ന യേഷാം യാതൊരുത്തരുടെ മൂർധനി ശിരസിൽ പാദത്തെ വയ്ക്കുന്നവനായിട്ട്. അനവധി ആൾക്കാർ രുക്മിണിയെ കാക്ഷിച്ചിട്ട് അവിടെ വന്നിട്ടുണ്ട് എന്നാണ്. ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കണം. അപ്പോൾ ചില ആൾക്കാർക്കൊരു വിചാരം വന്നു കൂടിയിട്ടുണ്ട്, ശിശുപാലനെ രുക്മിണിക്ക് ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ആയാൽ വിവാഹം മുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് വേറെ വല്ലവർക്കും വിവാഹം കഴിച്ചു കൊടുത്താലോ സംശയം. കൃഷ്ണൻ പിടിച്ചുകൊണ്ട് വന്നൊന്നും ആരും വിചാരിച്ച ഈ പശുവിനെ മേച്ച് നടക്കുന്ന ആൾ രാജസദസ്സിൽ വെച്ച് നിശ്ചയിക്കപ്പെട്ട വിവാഹം മാറ്റി കഴിക്കുമെന്നൊന്നും അല്പബുദ്ധി കൊണ്ട് പലരും ചിന്തിച്ചില്ല. ചിലക്ക് സംശയം കേട്ടോ, കൃഷ്ണനതും പറ്റിച്ചേക്കാം, അത്രയേ ഉള്ളൂ. പലവിധ അഭിപ്രായങ്ങളാവും, ശങ്കകളാണല്ലോ മനുഷ്യൻ്റെ മനസ്സിൽ. അപ്പം അങ്ങനെ രുക്മിണി അങ്ങോട്ട് തരായാൽ കൊണ്ടുപോവാം, അല്ലെങ്കിലോ ഒന്ന് കാണുമെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അനവധി ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ രുക്മിണിയുടെ സഹോദരനാണ് രുക്മി. ഏർപ്പാടാക്കിയിട്ടുള്ള കാവൽക്കാർ, രാജാക്കന്മാർ പലരും അവിടെ ഉണ്ട്. വെറുതെ ഒന്നുമല്ല. കാരണം അഥവാ കൃഷ്ണൻ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ ചോദിച്ചാൽ നല്ല കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നല്ല രാജാക്കന്മാർ സൈന്യസമേതം നിൽക്കണം. അവരെയൊക്കെ തൃണവൽ ഗണിച്ച് നോക്കി തന്നെയില്ല സിംഹം തൻ്റെ ഇര കൊണ്ടുപോണത് പോലെ. രാക്ഷസവിധി പ്രകാരം വിവാഹം കഴിച്ചു. 8 തരത്തിലുണ്ട് വിവാഹം. ഇത് രാക്ഷസവിധിയാണ്. നിശ്ചയിച്ച വിവാഹം കന്യകയുടെ സമ്മതപ്രകാരം, ബാക്കി ആർക്കും സമ്മതം വേണമെന്നില്ല.
അതിനാണ് രാക്ഷസവിധിയുടെ പ്രത്യേകത. കന്യയ്ക്ക് ഇഷ്ടമുണ്ടാവണം. കന്യയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ രക്ഷിതാക്കളുടെയോ ആരുടെയും സമ്മതം നോക്കാതെ ബലാത്കാരേണ കൊണ്ടുപോകുന്ന വിധം ആ വിവാഹത്തിനാണ് രാക്ഷസ വിധേന പറയുന്നത്. ഗരുഡനെ പോലെ ഗാന്ധർവ വിധിയാൽ അപഹരിച്ചു എന്ന് ഇവിടെ സ്വയംവരത്തിൽ മാൻ രാക്ഷസേന വിധിനോദക വീര്യശുൽക്കാം എന്ന് പറഞ്ഞിരിക്കണു. അതിനെയും തർക്കിക്കാൻ പോണ്ട. ഗാന്ധർവവും രാക്ഷസവുമായിട്ട് വലിയ വ്യത്യാസമില്ല, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ ബ്രാഹ്മം, പ്രാജാപത്യം, ദൈവം, ആർഷം ഈ 4 കുറച്ച് വ്യത്യാസമുണ്ട്. ആർഷം, പ്രാജാപത്യം, ദൈവം, ബ്രാഹ്മം ഈ 4 രക്ഷിതാക്കൾ നിശ്ചയിച്ച വിവാഹമാണ്. അതുപോലെ നടക്കണതിനാണ് ഈ 4 വരിക. ഇതിൽ നിന്ന് വ്യത്യാസമാണ് ഗാന്ധർവം, രാക്ഷസം, പൈശാചികം. ഗാന്ധർവം, രാക്ഷസം, പൈശാചികം എന്നൊക്കെ പറയണത്. അപ്പോൾ ഇത് 4 ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയിട്ടാണ് വരിക. മറ്റേ 4 ഒരേപോലെ, ഈ 4 ഒരേപോലെ. അപ്പോൾ ഗാന്ധർവം, പൈശാചികം, ആസുരൻ, രാക്ഷസം എന്ന് പറഞ്ഞാൽ ഒക്കെ നിശ്ചയിച്ചത് മാറ്റി കഴിക്കണ വിവാഹമാണ്. അതുകൊണ്ട് ഗാന്ധർവവും രാക്ഷസം ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പോട്ടെ, അതിൽ തർക്കത്തിന് ആവശ്യമില്ല. ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിച്ചു എന്ന് ഇവിടെ ഉദ്ധവൻ പറയണു. സ്വയംവരത്തിൽ മാൻ രാക്ഷസേന വിധിനോദക വീര്യശുൽക്കാം എന്നാണ് രുക്മിണി സ്വയംവരത്തിൽ ആവശ്യപ്പെട്ടത്. പീഡിച്ച് ബലാത്കാരേണ കൊണ്ടുപോവുക, ശത്രുക്കളെ തൃണവൽ ഗണിച്ച് കൊണ്ടുപോകുന്നതാണ് രാക്ഷസവിധി. ഗാന്ധർവത്തിൽ അങ്ങനെയല്ല. ശരിക്കും വരച്ച ഗാന്ധർവത്തിൽ കന്യകയും ഇഷ്ടപ്പെടുന്ന വരനും അങ്ങോട്ട് വിവാഹിതരാവുക അത്രയേ ഉള്ളൂ. അവിടെ നിശ്ചയിച്ച വിവാഹത്തിൻ്റെ സദസ്സിൽ നിന്ന് പിടിച്ച് കൊണ്ടുപോകണ കാര്യമില്ല. ഗാന്ധർവത്തിൽ സദസ്സൊന്നും നിശ്ചയിക്കലൊന്നുമില്ല. നിശ്ചയിക്കണേ വേണ്ട. വിവാഹത്തിൻ്റെ ഒരു ചടങ്ങും ഇല്ലാണ്ട് കഴിക്കുന്നതാണ് അധികവും ഗാന്ധർവം. വിവാഹമേ അല്ല പിടിച്ചുകൊണ്ടുപോവുക. ഇതങ്ങനെയല്ല, നിശ്ചയിച്ചിട്ടുള്ള രംഗത്ത് വന്നിട്ട് കൊണ്ടുപോവാണ് രാക്ഷസം. ആണ് വ്യത്യാസം. വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അങ്ങനെ സമാഹുത ഭീഷ്മക കന്യകായി, ഭീഷ്മക കന്യകായിട്ട് രുക്മിണി വിളിക്കപ്പെട്ടു. സന്ദേശത്താൽ ഭഗവാൻ വിളിക്കപ്പെട്ടു. ആരാൽ? രുക്മിണിയാൽ. ഭീഷ്മക കന്യയാ സന്ദേശത്താൽ ഭഗവാൻ വിളിക്കപ്പെട്ടു. ശ്രിയസവർണേന ബുഭൂഷേഷാം, ലക്ഷ്മിയുടെ അവതാരമായിരിക്കുന്ന ആ രുക്മിണി ഗാന്ധർവവൃത്യാമിഷതാം സ്വഭാഗം, സിംഹം തൻ്റെ ബലിഭാഗം കൊണ്ടുപോകുന്ന പോലെ സ്വയംവരത്തിൽ വർണ്ണിച്ചിട്ട് കേസരീനാമൃഗൈരിവ. കേസരി എന്ന് പറഞ്ഞാൽ സിംഹം. സിംഹം ഇങ്ങനെ പോകുമ്പോൾ ഈ ശിവാക്കൾ ഇങ്ങനെ കുരയ്ക്കും. ആ കുരയെ സിംഹം ശ്രദ്ധിക്കാറന്നില്ല. കാരണം അവരൊന്നും ഒരു ശത്രുക്കളേ അല്ല സിംഹത്തിനെ സംബന്ധിച്ച്. എന്നിട്ട് വേണ്ട എതിരിടാൻ. അതേപോലെ ഭഗവാൻ ഈ ശത്രുക്കളെ ഒട്ടും ശ്രദ്ധിക്കാതെ തീർത്തും അവഗണിച്ച് സ്വഭാഗം തൻ്റെ ഭാഗമായിട്ടുള്ള രുക്മിണിയെ ചക്രേ പദം പൂർണ്ണിതത് സുവർണ, ഗരുഡൻ തൻ്റെ അമൃത് കൊണ്ടുപോകുന്നത് പോലെ. പണ്ട് അങ്ങനെ ചില കഥകളൊക്കെ ഉണ്ട് ഗരുഡനെ സംബന്ധിച്ച്. അപ്പോൾ ഗാംഭീര്യത്തിൻ്റെ ഒരു പ്രതീകമാണ് ഗരുഡൻ. ഗരുഡൻ്റെ ആ ചിറകടിയിൽ നിന്ന് തന്നെ വേദധ്വനി അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട് എന്നാണ്. ഗരുഡൻ്റെ ഗരുഡനെ വന്ദിക്കാനുള്ള കാരണം വേദത്തിൻ്റെ എന്തൊരു ധ്വനിയാണോ അന്തരീക്ഷത്തിൽ ഉണ്ടാവുക, സുമാർ അതുമായിട്ട് സാമ്യമുള്ള ഒരു തരംഗം ഗരുഡൻ ചിറകടിക്കുമ്പോൾ ഉണ്ടാവുന്നു. അതാണ് ഗരുഡൻ്റെ മഹാത്മ്യം. ജക്രേ പദം മൂർത്തിനി ദദസ്തു വർണ്ണ എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ തലയിൽ ചവിട്ടി അത്രയും ഫിസിക്കലായിട്ട് ചവിട്ടി എന്നല്ല, അത്രയധികം അവരെ അവഗണിച്ച് താഴ്ത്തിയിട്ട് തൻ്റെ ഭാഗത്തെ ഭഗവാൻ കൊണ്ടുവന്നു. കകുത്മതോ വിത്തനസോദമിത്വാ സ്വയംവരേനാത്മജിതീം ഉവാഹ തദ്ഭക്തമാനാം അഭികൃത്യതോജ്ഞാൻ യജ്ഞേക്ഷതശത്രഭൃതശത്രൈ. അവിദസ്സന, മൂക്ക് തുളയ്ക്കാത്ത കകുത്മത കാളകളെ, 7 കാളകളെ പിടിച്ചു കെട്ടിയിട്ടാണ് സ്വയംവരത്തിൽ നഗ്നജിത്ത് രാജാവിൻ്റെ മകളായ സത്യയെ വിവാഹം കഴിച്ചത്. നഗ്നജിത്ത് രാജാവ് ഒരു പന്തയം നിശ്ചയിച്ചിരുന്നു. 7 കാള, പടുകൂറ്റൻ കാളയാണ്. ഒരു കാളയെ തന്നെ
മുമ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ സാധിക്കില്ല. എന്നാൽ അതിന് പരിശീലനം കിട്ടിയ ചിലരുണ്ടത്രേ. ഈ കാളപൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സംഗതികൾ ഇപ്പോഴും ചില ദിക്കിൽ നടക്കണമെന്നാണ്. നിയമം മൂലം നിരോധിച്ചിട്ടും തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട് അത്രേ കാളപൂട്ട്. അപകടം പിടിച്ചതാണ്. പക്ഷേ ഭഗവാൻ ഈ കാളയെ മൂക്ക് തുളച്ചിട്ടില്ല എന്നാണ്. എന്താ ഈ മൂക്ക് തുളയ്ക്കാത്ത എന്ന് പറഞ്ഞാൽ? മൂക്കയറിട്ടിട്ടില്ല. മൂക്കയറിട്ടാൽ അവർക്കൊരു കടിഞ്ഞാണ് പോലെയാണത് വേദനിക്കത്ര ഇത് പിടിച്ച് വലിക്കുമ്പോഴേ. അപ്പോൾ പറഞ്ഞൊരുക്കിൽ നിൽക്കുന്നതാണ്. പക്ഷെ അതിവിടെ മൂക്ക് തുളച്ചിട്ടില്ല. അവിദ്ദനസ എന്ന് പറഞ്ഞാൽ മൂക്ക് തുളയ്ക്കാത്ത, മൂക്കയറില്ലാത്ത കാളകളാണ്. ആരെ വേണമെങ്കിലും തട്ടിക്കളയാൻ ആ കാളകൾക്കൊരു പ്രയാസമില്ല. അങ്ങനത്തെ ആ കാളകളെ അടക്കി മൂക്കയറിട്ടു ഭഗവാൻ. 7 കാളകൾ. ഇത് ശരിക്കും രാഗദ്വേഷാദികളാണ്. ഏറ്റവും പ്രയാസമുള്ള ശത്രുക്കൾ ഏതാരോ നമ്മുടെ മനസ്സ് തന്നെയാണ്. ഒരു സംഗതിയോട് ഇഷ്ടം തോന്നിയാൽ അത് കിട്ടണം, വൈരാഗ്യം തോന്നിയാൽ അയാളെ നശിപ്പിക്കണം, ആഗ്രഹം തോന്നിയാൽ അത് നേടണം. എന്തൊക്കെ ഒരു കാര്യമാണ് ഈ മനസ്സിൻ്റെ ഉള്ളിൽ. അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് അതിനെ നിയന്ത്രിച്ചാൽ രക്ഷപ്പെട്ടു എന്നാ. ശരിക്കും ആ 7 കാമക്രോധ ലോഭമത വൈരാഗ്യങ്ങളെ ജയിച്ചാലേ സത്യത്തിനെ കിട്ടുള്ളൂ. സത്യം എന്ന് പറഞ്ഞാൽ സത്യം. ഇവിടെ സത്യ നഗ്നയത്തിൻ്റെ മകളായിട്ട് ചിത്രീകരിച്ചതിനെ അങ്ങനെയും വ്യാഖ്യാനിക്കാം എന്നാണ്. നമ്മുടെ മനസ്സ് നിയന്ത്രിതമാവുമ്പോഴേ സത്യം പിടി കിട്ടുള്ളൂ. അതുവരെ അസത്യത്തിൽ കിടന്നിട്ട് തിരികെയാണ് മനുഷ്യൻ. നഗ്നജിത്തിൻ്റെ മകളാണ് നാഗ്നജിതി. അവളെ വിവാഹം കഴിച്ചിട്ട് അത് നിമിത്തം ഭഗ്നമാനാൻ അഭി അഹങ്കാരം നശിച്ചവരായെങ്കിലും അവളെ അത്യന്തം ആഗ്രഹിക്കുന്നവരും അജ്ഞാൻ അറിവില്ലാത്തവരുമായ സ്വബാണങ്ങളാൽ മുറിപ്പെടാത്തവനായിട്ട് ഹനിച്ചു. ശ്രീകൃഷ്ണൻ കാളകളെ പിടിച്ച് അടക്കിയപ്പോൾ സത്യയെ വിവാഹം കഴിച്ചു. കന്യകയെ ആഗ്രഹിച്ചിട്ട് കുറേ രാജാക്കന്മാർ വന്നിരുന്നു അത്ര. അവിടെ നമുക്കും പറ്റിയ തരാക്കാം എന്ന് വിചാരിച്ചിട്ടേ കുറേ ആൾക്കാരവിടെ വന്നിരുന്നു. കൃഷ്ണൻ 7 കാളകളെ പിടിച്ച് കിട്ടുന്നെന്ന് അവർ വിചാരിച്ചിട്ടില്ല. അപ്പം കൃഷ്ണനിൽ നിന്ന് എന്ത് ചെയ്തു? അവർ ഈ കന്യകയെ അപഹരിക്കാൻ ശ്രമിച്ചു. വിവാഹം കഴിച്ച് പന്തയത്തിൽ ജയിച്ച് സ്വീകരിച്ചിട്ടുള്ള ഭഗവാന്റെ കയ്യിൽ നിന്ന് ഒരു കന്യകയെ അപഹരിക്കണമെങ്കിൽ എത്ര വിവരക്കേടാണ്, ആലോചിച്ച് നോക്കൂ. ഒന്നാമത് ഈ കാളകളെ ജയിച്ചിട്ടുള്ള കൃഷ്ണൻ അസാമാന്യനാണ് എന്ന് ബുദ്ധി ഉള്ളവർക്കറിയാം. സാധാരണക്കാർക്ക് പറ്റില്ല. കൃഷ്ണനോട് കളിച്ചാൽ കളി പടിയും എന്നറിയണ്ടേ അവർക്ക്. ആ വിവരമില്ലാത്തവർ കൃഷ്ണനോട് എതിർത്തപ്പോൾ ഭഗവാൻ നേരത്തെ പറഞ്ഞ പോലെ പുല്ലുപോലെ അവഗണിച്ച് ആ കന്യകയെ ഇങ്ങോട്ട് കൊടുന്നു. അവരെ എതിർക്കാനോ അടിക്കാനോ പിടിക്കാനോ ഒന്നും പോയില്ല. ഇവിടെ മാറടോ അവിടുന്ന് എന്ന് മാത്രം പറഞ്ഞ് കൈകൊണ്ട് അങ്ങോട്ട് പിടിച്ച് മാറ്റി. ആ സമയത്തൊരു വധം വേണ്ട, വിവാഹം കഴിഞ്ഞ സമയമല്ലേ എന്ന് വിചാരിച്ച് നഗ്നജിത്തിൻ്റെ മകളായിട്ടുള്ള സത്യയെ വിവാഹം കഴിച്ചു. ഈ പണ്ടൊക്കെ ഒരു പ്രത്യേകതയുള്ളത് എന്താ വെച്ചാൽ ഈ സ്ത്രീകൾക്കാണ് അത്രയും ധനം കൊടുക്കുക. ഇപ്പം പുരുഷന്മാർ ധനം വാങ്ങലാണ്, വളരെ തെറ്റാ. സ്ത്രീ ധനം നിരോധിക്കേണ്ട ആവശ്യം ഇല്ല. ഈ ധനം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ധനമാണ്. പുരുഷധനമാണ് ഇപ്പം നടക്കുന്നത്. അതേ നിരോധിക്കണ്ടു. ആ വാക്കിൻ്റെ അർത്ഥം പോലും അറിയാണ്ടായി ആൾക്കാർക്ക്. അപ്പോൾ ഏത് സ്ത്രീകൾക്കും ധനം കൊടുക്കണം. മറ്റ് സമുദായത്തിൽ ചില മതത്തിൽ മെഹർ എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് വിലയുണ്ട്, അത് കൊടുക്കണം എന്നാണ് ആ ഇതിൽ പറയണത്. പിന്നെ കാണിച്ചു കൂട്ടണതൊക്കെ അവരുടെ വിവരമില്ല. ഒരു ഗ്രന്ഥവും ആൾക്കാരെ അങ്ങനെ തകരാറാക്കി പറയണമൊന്നുമില്ല. അപ്പോൾ അവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള ആ ഒരു പ്രതിഫലമാണ് ശരിക്കും സ്ത്രീകൾക്ക് വിലയുണ്ട്. പണ്ട് വഴികൾക്കാണ് പൈസ കൊടുക്കുക, ധനം കൊടുക്കുക, സ്വർണ്ണമാണെങ്കിലും രത്നാണെങ്കിലും. അപ്പോൾ ഈ ഭഗവാൻ ചോദിക്കുകയാണ് രാജാവിനോട്, അങ്ങയുടെ മകളെ ഞാൻ സ്വീകരിച്ചതിന് അങ്ങേക്ക് എന്താണ് മെഹർ അല്ലെങ്കിൽ സ്ത്രീധനം ആയിട്ട് തരേണ്ടത് എന്ന് ചോദിക്കുകയാണ്. എന്തായാലും കാര്യമൊന്നും തന്നെയുണ്ടോ, എന്താണ് ഈ സ്ത്രീക്ക് ഞാൻ അങ്ങേക്ക് തരേണ്ടത്? മകളെ സ്വീകരിച്ചാൽ എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പോൾ നഗ്നജിത്ത് രാജാവിൻ്റെ ഒരു മറുപടി ഉണ്ട്. ഭഗവാനെ, അങ്ങയെ എൻ്റെ മരുമകനായിട്ട് കിട്ടിയാൽ അല്ലെങ്കിൽ മകളുടെ ഭർത്താവായിട്ട് കിട്ടിയാൽ ഇനി ഞാൻ എന്താണ് ചോദിക്കേണ്ടത്? ശ്രീർവസത്യനഭായിനി, അങ്ങയുടെ മാറത്ത് ലക്ഷ്മി ദേവി വസിക്കുന്നുണ്ട്. ലക്ഷ്മി ദേവിയുടെ ഭർത്താവായിട്ടുള്ള അങ്ങയെ എൻ്റെ മകളുടെ ഭർത്താവായിട്ട് കിട്ടിയാൽ ഇനി ഞാൻ വേറെ എന്തെങ്കിലും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം. ഏതൊരു ഭഗവാന്റെ മാറത്താണോ
യാതൊരു അപകടവും കൂടാതെ ശ്രീ വസിക്കുന്നത്. ആ അങ്ങയോട് ഇനി ഞാൻ എന്താണ് സ്ത്രീധനമായിട്ട് ചോദിക്കേണ്ടത്? അങ്ങനെ ആ സത്യയെയും വിവാഹം കഴിച്ചു. വേറെ 16,108 സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട് ഭഗവാൻ. നരകാസുരനെ വധിച്ചിട്ട് കാളിന്തി, മിത്രവിന്ദ ഒക്കെ പറഞ്ഞിട്ട് അനവധി ആൾക്കാരെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ലക്ഷ്മണ, ഈ 8 ആളിൽ ഒരാളാണ് ലക്ഷ്മണി. കാളിന്തി, മിത്രവിന്ദ, ലക്ഷ്മണ, രുക്മിണി ഇതൊക്കെ പട്ടമഹിഷികളാണ്. അതേപോലെ തന്നെ സത്രാജിത്തിൻ്റെ മകളായിട്ടുള്ള സത്യഭാമ, ഇതാണ് 8 മഹിഷികൾ. ബാക്കി 16,100 നരകാസുരനെ വധിച്ചിട്ടാണ് ഭഗവാൻ വിവാഹം കഴിച്ചത്. കകുത്മതോ വിദ്ദനസോദമിത്ത, മൂക്ക് തുളച്ച് മൂക്കേറിടാത്ത അതികൂറ്റൻ കാളകൾ 7 അതുപോലെ എത്ര കാമക്രോധാദികളെ, അതിനെ ഭഗവാൻ നിഷ്പ്രയാസം മൂക്കയറിട്ടു. എന്നിട്ടോ സ്വയംവരേ നാഗ്നജിതി മുവാഹ, പന്തയത്തിൽ ജയിച്ച് നഗ്നജിത്തിൻ്റെ മകളെ സ്വീകരിച്ചു. തദ്ഭഗ്നമാന അഭികൃത്യതോ അജ്ഞാൻ, വിവരം കെട്ട കൃഷ്ണനെ എതിർത്ത രാജാക്കന്മാരെ ശരീരത്തിൽ മുറിവേൽപ്പിക്കാതെ അവരോട് എതിരിട്ട്, മുറിവൊന്നും ഏൽപ്പിച്ചില്ല. അത് വേണ്ടി വന്നില്ല, അങ്ങോട്ട് മാറടോ, ഒറ്റ കൈകൊണ്ട് ആക്കലേ വേണ്ടി വന്നുള്ളൂ. ആ സത്യയെ കൊണ്ടുവന്നു. ജഗ്നേക്ഷത ശത്രഭൃതസ്വശത്രൈ കായേന വാചാ മനസേന്ദ്രിയർവാധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.